ട്രംപിന് തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. സ്വന്തം രാജ്യത്ത് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിച്ച കലാപം അവസാനിക്കാതെ നീളുന്നു. അതിനിടയിലാണ് യുദ്ധസമാനമായ സാഹചര്യം ഉരുത്തിരിയുന്നത്. വാഷിംഗ്ടൺ ഇല്ലെങ്കിൽ അമേരിക്കയിൽ കടുത്ത ജാഗ്രതയിലാണ് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനുമായിട്ട് 6ാം വട്ട ചർച്ച നടക്കാനിരിക്കെ ആ ചർച്ച പൊളിയാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ ആ ചർച്ച പൊളിയുകയാണെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ്റെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളെല്ലാം തകർക്കും എന്നാണ്. ഇതിൻ്റെ ഒരു കൂടി പശ്ചാത്തലത്തിലായിരിക്കണം അമേരിക്ക ഏതായാലും ഇറാഖിലുള്ള അവരുടെ സൈനിക താവളങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങി. ഉദ്യോഗസ്ഥന്മാരോട് അമേരിക്കയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതിനർത്ഥം ചർച്ച പൊളിയുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്ന ഒരു നയമായിരിക്കും അമേരിക്ക നടത്തുക. അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ സൈനിക താവളം ഒഴിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ ഇറാന്റെ ആക്രമണം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആയിരിക്കാം. ഇതിനിടയിൽ തന്നെയാണ് ട്രംപിനെ അടക്കം വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദ സംഘടനകളുടെ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നു. ട്രംപ് പിടിക്കുന്നിടത്തൊന്നും ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം. ഉക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. മറ്റൊരിടത്ത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ പോരാടുന്നു. ഇസ്രായേലും ഇറാനും എന്ന് പറയുന്നതല്ല യാഥാർത്ഥ്യം. അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസർ സാദെ ഒരു പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത്, ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക താവളങ്ങൾക്ക് നേരെ ഞങ്ങൾ രൂക്ഷമായ ആക്രമണം നടത്തുമെന്നാണ്. ഒപ്പം തന്നെ ഇസ്രായേലിന് നേർക്കും ആക്രമണം നടത്തും എന്ന് പറയുന്നത്. ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക്.